ഇന്നത്തെ മത്സരം നമ്മൾ ന്യൂകാസിലിനോട് തോറ്റതോടെ ഇപ്പം സെൻറ്റ് ജെയിംസ് പാർക്കിൽ അടുപ്പിച്ച് 4ാമത്തെ മത്സരമാണ് നമ്മൾ തോൽക്കുന്നത്. പക്ഷേ ഇന്നത്തെ ഈ ഒരു മത്സരം എന്തുകൊണ്ടും നമുക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു മത്സരം തന്നെയായിരുന്നു. അതിനുള്ള അവസരം ന്യൂകാസിൽ തന്നെ നമുക്ക് ഒരുക്കി തന്നതുമാണ്. ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനം അവരുടെ പ്ലെയർ ജേക്കബ് റാംസി റെഡ് കാർഡ് കണ്ട് പുറത്തായി. പക്ഷേ നമ്മൾ 2 മിനിറ്റിനകം നമ്മൾ കൺസീഡ് ചെയ്തു. അതൊക്കെ എടുത്ത് മാറ്റി നിർത്തിക്ക് വരും. ആ 2 മിനിറ്റിനുള്ളിൽ നമ്മൾ കൺസീഡ് ചെയ്തെങ്കിൽ അടുത്ത 4 മിനിറ്റിനുള്ളിൽ നമ്മൾ ഗോള് തിരിച്ചടിച്ചിട്ടുമുണ്ട്. ബ്രൂണോയുടെ ഫ്രീ കിക്ക്, കസമീറോയുടെ ഹെഡർ, നമ്മൾ ഗോൾ സ്കോർ ചെയ്യുന്നു. 1-1 ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നത്. ന്യൂകാസിൽ 10 പേരുമായിട്ടാണ് അവർ കളിക്കുന്നത്. അപ്പം സെക്കൻഡ് ഹാഫ് മുഴുവനും നമ്മുടെ മുന്നിൽ ഇങ്ങനെ കിടക്കുകയാണ്. 10 പേരുമായിട്ട് കളിക്കുന്ന ന്യൂകാസിലിനെതിരെ ലാസ്റ്റ് ഗോൾ അടിച്ചതും നമ്മൾ. അപ്പം സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ ജയിക്കാനുള്ള മത്സരം. പക്ഷേ നമ്മൾ കാട്ടിക്കൂട്ടുന്ന ഫുട്ബോൾ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ നോക്കിയാൽ ഫസ്റ്റ് ഹാഫ് നമ്മൾ മോശമായിട്ട് കളിക്കുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേനും കുറച്ചുകൂടെ നമ്മുടെ ഫുട്ബോളൊക്കെ മെച്ചപ്പെടുന്നുണ്ട്. ഇന്ന് തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ ന്യൂകാസിൽ പോണക്കത്തെ ഒരു ടീമിനെതിരെ എന്തിനിങ്ങനെ ലോങ് ബോൾ കളിച്ച് മരിക്കുന്നു എന്ന് എനിക്ക് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ആ ടാക്ടിക്സ് ആരാണോ പറഞ്ഞു കൊടുത്തത് അവരെ ഞാൻ സ്തുതിക്കുന്നു, അല്ലെങ്കിൽ അവരെ ഞാൻ നമിക്കുന്നു. കാരണം ന്യൂകാസിൽ പോലെ ഇത്രയും അഗ്രസീവ്, ഇത്രയും ഫിസിക്കലായിട്ടുള്ള 6 അടിക്ക് മുകളിലുള്ള ഭീകരന്മാർക്കെതിരെ ലോങ് ബോൾ കളിച്ച് അവർക്കെതിരെ കസമീരോയും കോബി മെയിനുവും അല്ലെങ്കിൽ ബ്രൂണോ ഫെർണാണ്ടസും ഒക്കെ ബോൾ വിൻ ചെയ്യും എന്ന് വിചാരിക്കുന്നത് ഇന്ന് നമ്മുടെ മിഡ്ഫീൽഡിനെ ന്യൂകാസിൽ നശിപ്പിച്ചിട്ടുണ്ട്. ജോ ലിൻഡൺ, ടൊണാലി, ജേക്കബ് റാംസി, വിലോക്ക്. നമുക്കറിയത്തില്ല എങ്ങനെ ബോൾ പ്രോഗ്രസ് ചെയ്യണമെന്ന് നമുക്കറിയത്തില്ല. ഓപ്പോസിഷൻ ടീമുകൾ ഒക്കെ നോക്കിയാൽ കഴിഞ്ഞ 2-3 മത്സരം ന്യൂകാസിലിനെതിരെയുള്ള മുന്നേ ഉള്ള 2-3 മത്സരം നോക്കിയോ. വെസ്റ്റ് ഹാമിനെതിരെയുള്ള മത്സരം, എവേർട്ടനെതിരെയുള്ള മത്സരം, ക്രിസ്റ്റൽ പാലസിനെതിരെയുള്ള മത്സരം, ഈ എല്ലാ മത്സരത്തിലും ഞാൻ റിവ്യൂവിലൊക്കെ പറഞ്ഞതാണ് നമ്മുടെ വീക്ക്നെസ് അവർ ഓപ്പോസിഷൻ കണ്ടുപിടിച്ചു. സെൻട്രലി മാക്സിമം കോമ്പാക്റ്റ് ആകുക, സെൻട്രലി സ്പേസുകൾ ഇല്ലാത്ത രീതിയിൽ പഴുതുകൾ അടയ്ക്കുക, മാക്സിമം ഓവർലോഡ് സെൻട്രലി കൊണ്ടുവരിക. അങ്ങനെ നമുക്ക് ബോൾ പ്രോഗ്രസ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി കൊണ്ടുവരിക. അതോടെ നമ്മൾ തീർന്നു. ഇന്നത്തെ മത്സരത്തിലും അതേപോലെ തന്നെ സെൻട്രലി അവരെ ഓവർലോഡ് ചെയ്തു. സ്പേസസ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. എവിടെ? വിങ്ങിൽ. അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലെയേഴ്സ് നമുക്കില്ല. നമ്മുടെ ഫുൾ ബാക്സിന് പറ്റത്തില്ല, അല്ലെങ്കിൽ സോ കോൾഡ് അറ്റാക്കിംഗ് പ്ലെയേഴ്സ്, വിങ്ങിൽ കളിക്കേണ്ട പ്ലെയേഴ്സ്, ഇൻറ്റീരിയറായിട്ട് കളിക്കുന്ന മത്തേസ് കുണിയോ അല്ലെങ്കിൽ എംബ്യൂമോയോ ആ വൈഡർ സ്പേസ് ഓക്യുപ്പൈ ചെയ്ത് അതുവഴി അറ്റാക്ക് നടത്താനോ അല്ലെങ്കിൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനോ ഇവർക്കൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ റിക്രൂട്ട്മെൻറ്റ് ശരിക്കും അമോറിമിനെ ഞാൻ കുറ്റം പറയത്തില്ല. അമോറിമിൻ്റെ 3-4-2-1 സിസ്റ്റത്തിന് മത്തേസ് കുണിയും എംബ്യൂമോ ഒക്കെ വേണമായിരുന്നു. പക്ഷേ ഇപ്പം 4-2-3-1 വന്നപ്പോഴത്തേനും കാര്യങ്ങളൊക്കെ മാറി. അതുകൊണ്ട് തന്നെ നമ്മുടെ വീക്ക്നെസ് ആണ് ഇപ്പം ഈ ഫുൾ ബാക്സ് ആയാലും, അല്ലെങ്കിൽ നമുക്ക് അറ്റാക്കിംഗ് ഫുൾ ബാക്സ് ഇല്ല, അറ്റാക്കിംഗ് വിങ്ങേഴ്സ് ഇല്ല എന്നുള്ള വീക്ക്നെസ് ഇപ്പം മറ്റുള്ള ടീമുകൾ അത് മുതലെടുക്കുന്നു. അവരിപ്പം 1 മാൻ ഡൗൺ ആയാലും 10 പേരുമായിട്ട് നമുക്കെതിരെ കളിച്ചെന്ന് പറഞ്ഞാലും മാക്സിമം പ്ലെയേഴ്സിനെ സെൻട്രലി ഓക്യുപ്പൈ ചെയ്ത് സ്പേസസിനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സ്പേസസ് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ തീർന്നു. ആകെപ്പാടെ നമ്മുടെ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടെ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. ഇന്നത്തെ മത്സരത്തിലും 10 ചാൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെങ്കിൽ 8 ബ്രൂണോ ഫെർണാണ്ടസ് ആണ് ക്രിയേറ്റ് ചെയ്തത്. ആ മനുഷ്യൻ ഇന്നത്തെ അസിസ്റ്റ്, ആ ഒരു കസമീരോയ്ക്ക് കൊടുത്ത അസിസ്റ്റോടെ പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ 14ാമത്തെ അസിസ്റ്റ് പുള്ളി നേടി. ഇനിയിപ്പം ഒരു സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നേടിയ റെക്കോർഡെന്ന് പറയുന്നത് 15 അസിസ്റ്റുമായിട്ട് ഡേവിഡ് ബെക്കാമിനാണുള്ളത്. ഒരു അസിസ്റ്റും കൂടെ ആയിക്കഴിഞ്ഞാൽ ആ റെക്കോർഡിന് ഒപ്പമെത്താൻ ബ്രൂണോ ഫെർണാണ്ടസിന് പറ്റും. അതുമാത്രമല്ല, ഇന്നത്തെ അസിസ്റ്റോടെ ബ്രൂണോ ഫെർണാണ്ടസ് ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ എവേ അസിസ്റ്റ് നേടിയ റയാൻ ഗിഗ്സിൻ്റെ റെക്കോർഡിനെ മറികടന്ന് അങ്ങനെ 9 എവേ അസിസ്റ്റുമായിട്ട് ബ്രൂണോ ഫെർണാണ്ടസിന് ആ ഒരു റെക്കോർഡ് ഇപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പം യുണൈറ്റഡ് എന്ന് പറയുന്നത് ഒരു 1 മാൻ ആർമിയായി മാറിയിട്ടുണ്ട്. ബ്രൂണോ ഫെർണാണ്ടസ് ക്രിയേറ്റ് ചെയ്യുന്നു.
അതിനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ ആർക്കെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഗോൾ സ്കോർ ചെയ്യാം, ഇല്ലെങ്കിൽ ഒന്നുമില്ല. അതാണ് നമ്മുടെ അവസ്ഥ. ഇന്നും സെസ്കോ ഇന്ന് അവതരിച്ചില്ല, അതുകൊണ്ട് നമ്മൾ ഇന്ന് തോറ്റു. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ സെസ്കോയാണ് നമ്മളെ രക്ഷിച്ച് കൊണ്ടുവന്നത്. അപ്പം നമ്മുടെ ഈ വീക്ക്നെസ്സിനെ ഇനി മുന്നോട്ട് മൈക്കിൾ ക്യാരിക്കിന് എങ്ങനെ ഓപ്പോസിഷൻ ഈ വീക്ക്നെസ്സിനെ മുതലെടുക്കുന്നതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മൈക്കിൾ ക്യാരിക്കിൻ്റെ മുന്നിലുള്ള വലിയൊരു ചോദ്യം. മൈക്കിൾ ക്യാരിക്കായാലും ഇന്നത്തെ മത്സരത്തിൽ എംബ്യൂമോ എന്ന് പറയുന്ന പ്ലെയർ ഭയങ്കര മോശമാകുന്നു, എന്നാൽ പുള്ളിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മൈക്കിൾ ക്യാരിക്ക് മടിക്കുന്നു. ഇന്ന് സബ്സ്റ്റിറ്റ്യൂഷൻസ് വന്നത് 75-ാമത്തെ മിനിറ്റ് ആയപ്പോഴാണ്. ഇതുപോലെ ക്രിയേറ്റിവിറ്റിക്ക് നമ്മൾ ലാക്ക് ചെയ്യുന്ന സമയത്ത് എന്തായാലും എംബ്യൂമോയെ മാറ്റിയിട്ട് അതിനെ കൊണ്ടുവരാമായിരുന്നു. നമ്മൾ അറ്റ്ലീസ്റ്റ് നമുക്ക് ആ ഒരു സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ഒരു 50-55 മിനിറ്റ് ആകുമ്പോഴെങ്കിലും ആ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് വേണമായിരുന്നു. നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഏക ക്വാളിറ്റി പ്ലെയർ ബെഞ്ചിലിരിക്കുന്ന അറ്റാക്കിംഗ് പ്ലെയർ എന്ന് പറയുന്നത് അമാദാണ്. പിന്നെ ബാക്കിയുള്ളവരുടെ സ്ഥിതി നമ്മളിന്ന് കണ്ടതാണ്. മസ്രായി പരിക്ക് പറ്റുന്നു, മലാസിയായെ സബ്ബായിട്ട് കൊണ്ടിരുന്നു. നമ്മൾ കൺസീഡ് ചെയ്ത ആ ഗോളിൽ മലാസിയയുടെ ഡിഫെൻഡിങ് ചുമ്മാതാണോ? ഗലട്ടസറായെ, ഫെയനൂർഡ്, ടർക്കിഷ് ലീഗിലും ഹോളണ്ടിലും ഒരിടത്തും വേണ്ടാത്ത പ്ലെയറാണ് യുണൈറ്റഡിന് വേണ്ടി ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ക്വാളിറ്റി പ്ലെയേഴ്സ് എന്ന് നമ്മൾ കരുതുന്ന, അല്ലെങ്കിൽ ക്വാളിറ്റി പ്ലെയേഴ്സായിട്ടുള്ള ലിച്ചായോ അല്ലെങ്കിൽ മേസൺ മൗണ്ടോ, ഇവർക്കൊന്നും കൺസിസ്റ്റൻ്റായിട്ട് നമുക്ക് വേണ്ടി ഗെയിംസ് കളിക്കാൻ പറ്റുന്നില്ല. ലിസാൻഡ്രോ മാർട്ടിനസ് ആ ഒരു ഡിഫൻസിൽ നിന്ന് പോയി കഴിയുമ്പോഴത്തേനും നമുക്ക് ബാക്കിൽ നിന്ന് ആ ഒരു ബോൾ പ്ലേയിങ് സെൻറ്റർ ഹാഫ് ഇല്ല. നമുക്ക് ബ്രൂണോ ഫെർണാണ്ടസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് ലിച്ചായാണ്. ഇതുപോണക്കത്തെ ബ്ലോക്കിലുള്ള ടീം, ലോ ബ്ലോക്കിൽ കളിക്കുന്ന ടീമിനെ ബ്രേക്ക് ചെയ്യാൻ ലിസാൻഡ്രോ മാർട്ടിനസ് ബാക്കിൽ നിന്ന് ലൈൻ സ്പ്ലിറ്റിംഗ് പാസ് അല്ലെങ്കിൽ ഫോർവേഡ്സിൻ്റെ സെസ്കോയുടെ റണ്ണിനെയൊക്കെ ഫൈൻഡ് ചെയ്യാനുള്ള ആ ഒരു ലോങ് ബോളൊക്കെ കൊടുക്കും. പക്ഷേ ഇതൊന്നും ചെയ്യാൻ നമുക്കിപ്പോൾ ആൾക്കാരില്ല. ഇന്നും മലാസയെ സബ് ചെയ്ത സമയത്ത് എനിക്ക് മൈക്കിൾ ക്യാരിക്കിനോട് പറയാനുള്ളത്, മൈക്കിൾ ക്യാരിക്ക് മലാസയെ സബ് ചെയ്ത സമയത്ത് മലാസയ്ക്ക് പകരം അറ്റ്ലീസ്റ്റ് ഹെവനെ സബ് ചെയ്യാമായിരുന്നു. മലാസിയയുടെ ഈ ഒരു ക്വാളിറ്റി വെച്ചുകൊണ്ട് ഇനിയും എനിക്ക് താല്പര്യമില്ല. മലാസിയ ഇനി യുണൈറ്റഡിന് വേണ്ടി കളിക്കുന്നത് കാണാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. മൈക്കിൾ ക്യാരിക്കിൻ്റെ തുടക്ക സമയത്ത് നമ്മൾ കണ്ട ആ ഒരു അട്രാക്റ്റീവ് ഫുട്ബോൾ, ക്വിക്ക് വൺ ടച്ച് ഫുട്ബോളും കാര്യങ്ങളും അഗ്രഷനും ഇൻറ്റൻസിറ്റിയും ഒന്നും ഇന്നത്തെ മത്സരത്തിൽ കാണാഞ്ഞതിൻ്റെ മെയിൻ കാരണം അടുപ്പിച്ചിപ്പം 2 മത്സരങ്ങൾ ഒറ്റയാഴ്ചയിൽ വന്നതാണ് എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതിന് മുന്നേ എവർട്ടണിനെതിരെയുള്ള മത്സരത്തിന് മുന്നേ നമുക്കൊരു 10, 12, 13 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് എന്തായിരുന്നു എവർട്ടണിനെതിരെ ഉള്ളത്? ഇന്നും ശരിക്കും ജയിക്കാൻ വേണ്ട ചാൻസസും കാര്യങ്ങളും ബ്രൂണോ ഫെർണാണ്ടസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ നാച്ചുറലി നമുക്ക് ചാൻസസ് ഇന്ന് ഉണ്ടായിട്ടുണ്ട്. എംബ്യൂമോയ്ക്ക് കിട്ടിയ ചാൻസ്, എംബ്യൂമോയുടെ ചാൻസ്, പിന്നെ കോബി മേനുവിൻ്റെ ചാൻസ്, പിന്നെ ബ്രൂണോ ഫെർണാണ്ടസ് ലെനി യോറോയ്ക്കും അതുപോലെ തന്നെ ഉഗാർത്തയ്ക്കും ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത ചാൻസ്. ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് സ്കോർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടേനെ. അപ്പോൾ ഇന്ന് നമ്മൾ പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്തെങ്കിലും ഇപ്പോഴും ആസ്റ്റൺ വില്ലയും നമ്മളും ഒരേ പോയിൻറ്റ്സിലാണ്. ജിഡിയുടെ ആ ഒരു ബലത്തിൽ നമ്മൾ 3-ാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു. ആസ്റ്റൺ വില്ല ഇന്ന് മാന്യമായിട്ട് ചെൽസിയോട് പോയി തോറ്റു, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇപ്പം ചെൽസി നമ്മൾ തമ്മിൽ 3 പോയിൻറ്റിൻ്റെ വ്യത്യാസം. ഇന്ന് നമ്മൾ ജയിച്ചിരുന്നെങ്കിൽ ചെൽസി നമ്മൾ തമ്മിൽ 6 പോയിൻ്റ് വ്യത്യാസം. ആസ്റ്റൺ വില്ലയായിട്ട് ആസ്റ്റൺ വില്ലയും നമ്മളും തമ്മിലൊരു 3 പോയിൻറ്റിൻ്റെ വ്യത്യാസം, സിറ്റിയുമായിട്ടൊരു 6 പോയിൻറ്റിൻ്റെ വ്യത്യാസം. ആ രീതിയിലൊക്കെ കാര്യങ്ങൾ വന്നേനെ. അപ്പം നല്ലൊരു അവസരമാണ് നമ്മൾ കളഞ്ഞ് കുളിച്ചിരിക്കുന്നത്. ഇനി അടുത്ത മത്സരം ആസ്റ്റൺ വില്ലയായിട്ടുള്ള അടുത്ത മത്സരം വരുന്നത് എനിക്ക് തോന്നുന്നൊരു 10 ദിവസത്തിന് ശേഷമാണ്. ഇവിടുന്ന് കൊണ്ട് ലാസ്റ്റ് എല്ലാം കൂടെ നശിപ്പിക്കാതിരുന്നാൽ മതി. ഇത്രയും നല്ലൊരു മൊമെൻറ്റത്തിൽ വന്ന ഒരു ടീം, അല്ലെങ്കിൽ ടോപ്പ് 4 കിട്ടും എന്നൊക്കെ ഉള്ള പ്രതീക്ഷയിൽ നിൽക്കുന്ന ഒരു ടീം അവസാന നിമിഷത്തിൽ തകർന്നടിയാതിരുന്നാൽ മതി. അപ്പം ശരിക്കും മൈക്കിൾ ക്യാരിക്കിൻ്റെ റിയൽ ക്യാരക്ടർ ടെസ്റ്റാണ് ഇനി മുന്നോട്ട്. ഒരു കോച്ചെന്നുള്ള രീതിയിൽ പുള്ളിക്കുള്ള ഒരു പ്രോപ്പർ ടെസ്റ്റാണ് മുന്നോട്ട് കിടക്കുന്നത്. പുള്ളി അതിൽ സക്സസ് ആകും. യുണൈറ്റഡ് ടോപ്പ് 4-ൽ
തന്നെ നമ്മൾ ഫിനിഷ് ചെയ്യും എന്നൊക്കെ നമുക്ക് കരുതാം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചെന്നം പിന്നം കമൻസായിട്ട് ഇടുക.